വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ അരച്ച ഒരു നെയ്മീൻ കറി അണയ്ക്കാലോ. അതിനായിട്ട് ഇതേ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ എന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി എടുക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാള ആവശ്യത്തിന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ എണ്ണയിൽ നന്നായിട്ട് ഇത് മൂത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് നമ്മുടെ നെയ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്മീൻ കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് ഇതിൽ തിളവന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നല്ല കുടംപുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.